ഹായ്, ഞാൻ നിഷ കിച്ചു. നമുക്ക് ഇന്നൊരു രാത്രി പാട്ട് കേട്ടാലോ? രാത്രി പാട്ടോ? അതെന്താ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ശരിയാണ്. അപ്പോൾ ആ രാത്രി പാട്ടിനെ കുറിച്ച് ഞാൻ പറയാം. എനിക്ക് ഒരു ഗുരുനാഥനുണ്ട്. എന്നെ കലാലയ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ എൻ്റെ ഗുരുനാഥൻ അനിൽ മാധവേട്ടൻ. പുള്ളിക്കാരന് ഒരുപാട് പ്രോഗ്രാം ഏജൻസിയൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരെ ഞാൻ 4 വർഷങ്ങൾക്ക് മുമ്പേ വളരെ വിഷമമായ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ഞാൻ പുറത്തൊന്നും അങ്ങനെ പോകത്തില്ല. ഞാൻ ഭയങ്കര സങ്കടത്തിലും എന്താ പറയുക, ഒരു ഡിപ്രഷൻ അവസ്ഥയിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ഫ്രണ്ട്സ് ഫോൺ വിളിച്ചാലും ഞാൻ എടുക്കത്തില്ല. അങ്ങനെ ഒരു ഭയങ്കര ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ചേട്ടൻ, അതായത് എൻ്റെ ഗുരുനാഥനായ അനിൽ മാധവേട്ടൻ വീട്ടിൽ വരികയും പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കൊരു താരോദയം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതിൽ ഒരുപാട് ഒരുപാട് പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട്, അതുപോലെ അഭിനയിക്കാൻ കഴിവുള്ളവരുണ്ട്. അങ്ങനെ എല്ലാവരെയും കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു താരോദയം സംഘടന ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ആങ്കറിങ്ങിന് ഒരാളെ വേണം. അപ്പോൾ അതിന് നിഷ പറ്റിയതാണ്. അപ്പം നിഷ ഉറപ്പായിട്ടും അതിൽ ആക്റ്റീവായിട്ടുണ്ടായിരിക്കണം. അതിൽ രാത്രി പാട്ടെന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു തുടക്കമാകട്ടെ എന്ന് ചേട്ടാ എന്നോട് പറഞ്ഞു. ഞാൻ പറ്റില്ല ചേട്ടാന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ആക്റ്റീവായിട്ട് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒത്തിരി കുഞ്ഞു കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. പിന്നെ ഒരുപാട് സങ്കടങ്ങളുള്ളവരുണ്ട്, അതുപോലെ സന്തോഷത്തോടെ ഇരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ളൊരു ഗ്രൂപ്പായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് സന്തോഷമായി, കാരണം അവരോടൊക്കെ സംസാരിക്കാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ പ്രോഗ്രാം ചെയ്തു. അന്ന് മുതലാണ് ഈ രാത്രി പാട്ടെന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് പിന്നെ വന്നതും ഇപ്പോൾ ഞാൻ നിങ്ങളെ മുമ്പിൽ ഈ രാത്രി പാട്ടായിട്ട് വന്നതും. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരാണ്. കാരണം പകലൊക്കെ ഇങ്ങനെ നമ്മുടെ ജോലി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓടി നടക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ രാത്രി ഉറങ്ങാനായിട്ട് ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെന്താ, നമ്മുടെ വാട്സപ്പൊക്കെ എടുത്ത് നോക്കും. പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ഫേസ്ബുക്ക് നോക്കും, അങ്ങനെ യൂട്യൂബ് നോക്കും, കോമഡിയൊക്കെ കാണും, ചിലപ്പോൾ പാട്ട് കേൾക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങളും കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ തോന്നിയ ഒരു ആശയമാണ് ഈ രാത്രി പാട്ടെന്ന് പറയുന്ന ഒരിത് തുടങ്ങിയാലോ എന്ന്. കാരണം എനിക്ക് ഫേവറേറ്റായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ രാജീവ് സാറ്, സർജനാണ്. പുള്ളി എന്നോട് ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഉറക്കം വരുന്നില്ലെങ്കിൽ നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഉറങ്ങുക, അല്ലാതെ വാട്സപ്പൊന്നും നോക്കിക്കൊണ്ടിരിക്കരുത്, നല്ലൊരു പാട്ട് കേൾക്കുക, അപ്പോൾ നന്നായിട്ട് ഉറക്കം വരുമെന്ന്. അപ്പോൾ ഈ സമയത്ത് ഞാൻ രാജീവ് സാറിനോട് നന്ദി പറയുകയാണ്, അതുപോലെ അനിൽ മാധവേട്ടനോടും നന്ദി പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആ പാട്ട് കേട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി ഇന്നത്തെ രാത്രി പാട്ട് ആസ്വദിക്കാം. അപ്പം നമുക്ക് പാട്ട് കേട്ടാലോ? വേനൽക്കിനാവിന്റെ ചെപ്പിൽ വീണുമയങ്ങുമെൻമുത്തേ, നിന്നെ തഴുകിത്തലോടാൻ നിർവൃതിയോടെ പുണരാ, ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം, മേലെ മേലെ മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ നിറദീപം ചാർത്തുന്നു.